ഗോപാലൻ നായർക്ക് കുറേ സ്ഥലമുണ്ട്, 100 ഏക്കർ സ്ഥലമുണ്ട്. അയാൾ 30 സെൻറ്റ് വെച്ചങ്ങാണ്ട് ഒരു 10 ആൾക്ക് പേരേറ്റാൻ വേണ്ടി 1 ഏക്കർ സ്ഥലം കൊടുത്തു. എന്നാൽ ഗോപാലൻ നായർ ഒരുപാട് സ്വതക്ക ചെയ്തു എന്ന് നമ്മൾ പറയില്ല. അതെന്താണാവോ അങ്ങനെ പറയാത്തത്? ഗോപാലൻ നായർ ചെയ്ത നല്ല കാര്യമല്ലേ? 10 സെൻറ്റ് വെച്ച് 10 പേർക്ക് പെര വയ്ക്കാൻ കൊടുത്തു. അപ്പോൾ അങ്ങനെ പറയാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താണേലും പുള്ളി പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. കാര്യം അറിയണമല്ലോ. ഗോപാലൻ നായരായ തന്നെ പ്രശ്നം. സ്വതക്കക്ക് നീയത്ത് ഷർത്താണ്, നീയത്തിന് ഈമാൻ ഷർത്താണ്. കണ്ടല്ലോ, അപ്പോൾ അതാണ് കാരണം. ഗോപാലൻ നായരായതാണ് വിഷയം. കാര്യസ്ഥലം കൊടുത്തു 10 പേർക്ക് ഉപകാരം ചെയ്തു. പക്ഷേ ഗോപാലൻ നായരായതാണ് വിഷയം. ഇയാൾ പറയുന്ന കേട്ടാൽ തോന്നും ഇയാളുടെ ദൈവം നേരിട്ട് സൃഷ്ടിക്കുകയും ഗോപാലൻ നായരെ വെള്ളത്തിൽ നിന്നും കണ്ട് കോരിയെടുക്കുകയും ചെയ്തതാണ്. എന്താണേലും ഇത്ര പച്ചയ്ക്ക് പരസ്യമായിട്ട് വർഗീയത വിളിച്ച് പറഞ്ഞിട്ട് ഞെളിഞ്ഞ് നടക്കാൻ അത് ഇവിടെ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ എനിക്കാണെങ്കിൽ ചെറുപ്പം തൊട്ട് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, കൂടെ പഠിച്ചവരും പിന്നെ പരിചയപ്പെട്ടവരും ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണാതിരിക്കട്ടെ, കണ്ട അന്നത്തെ ദിവസം പോക്കാം. ഇതിന് ശേഷം നിങ്ങൾ വിളിച്ചു കൂവുന്ന വർഗീയത മുഴുവൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് വയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഇവിടെ വയ്ക്കാത്തത്. പക്ഷെ വളരെ മോശമാണ്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവർക്കെല്ലാം ബോധമുണ്ടാകും. നിങ്ങളെപ്പോലെ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കിടക്കുമ്പം നിങ്ങൾക്കൊരു കുപ്പി ബ്ലഡ് വേണ്ടി വന്നാൽ നിങ്ങൾ ആ സമയത്ത് ഈ മതം നോക്കുമോ? അന്ന് ഈ ഈമാൻ നോക്കിയിട്ടാണോ നിങ്ങൾ ബ്ലഡ് സ്വീകരിക്കുന്നത്? ഈ ബ്ലഡ് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യൻ്റെയോ മുസ്ലിമിൻ്റെയോ ആണോ എന്ന് നോക്കിയിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ലോ, ഒരിക്കലുമല്ല. അത് നിങ്ങളെന്നല്ല, ഇവിടെയുള്ള മതവർഗീയത പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരുത്തനും അത് നോക്കുന്നില്ല. അതേത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും. അല്ലാത്തപ്പോൾ വിളമ്പാനും നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനും ഏറ്റവും വൃത്തിയായിട്ടുള്ളൊരു സാധനമാണ് ഈ മതം. പ്രബുദ്ധരെന്ന് നമ്മൾ അവകാശപ്പെടുന്ന മലയാളികൾക്കിടയ്ക്ക് പോലും എപ്പോഴും തഴച്ചു വളരുന്ന ഒരു ബിസിനസ്സാണ് മതം. അത് ഇന്ന മതം എന്നൊന്നുമില്ല, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട്. എല്ലാവരെയും അടച്ചല്ല പറയുന്നത്. ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്നുണ്ടല്ലോ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനും അത് വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ളവരെ എപ്പോഴും അടച്ചാക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസം തെറ്റാണ്, ഞാൻ മാത്രമാണ് ശരിയെന്ന് പറയുന്നത് നല്ലതാണോ? അവനവൻ്റെ വിശ്വാസത്തെ പോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും അംഗീകരിക്കേണ്ട, അതിനെ അവഹേളിക്കാണ്ടിരിക്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. അതിപ്പോൾ ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും. അതുപോലെ തന്നെ വിശന്നിരിക്കുന്നവന് ഒരു നേരത്തെ ചോറ് കൊടുത്തേക്കുന്നവനെയും, അതുപോലെ ഇല്ലാത്തവർക്ക് നമ്മുടെ ഉള്ളതിൽ നിന്ന് ഒരു വീതം എടുത്ത് കൊടുത്തേക്കുകയും ചെയ്തേക്കുന്ന ആളുകളെ ചിലപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ ദൈവത്തെ പോലെ തന്നെയായിരിക്കും കാണുന്നത്. അത് നിങ്ങൾ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി നിങ്ങളുടെ പ്രസംഗം കണ്ടപ്പോഴേ. കാരണം ആദ്യം നിങ്ങൾ പറഞ്ഞതിന് ശേഷം നല്ല വർഗീയത വിളമ്പുന്നത് കണ്ടു, അതുകൊണ്ട് പറഞ്ഞതാണ്.